ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഏപ്രിൽ 9 ചൊവ്വാഴ്ച. അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആക്സിസ് ബാങ്കിൽ എടുത്ത സ്ട്രാറ്റജി എന്താണെന്ന് ആദ്യം നോക്കാം. ആക്സിസ് ബാങ്ക് ക്യാഷ് മാർക്കറ്റിൽ 1043 എന്ന നിലയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ആക്സിസ് ബാങ്ക് ഏപ്രിൽ സീരീസ് 1000 സ്ട്രൈക്കിൻ്റെ കോൾ നാം 59 രൂപ 85 പൈസയ്ക്ക് വാങ്ങിയിരുന്നു. അതേസമയം തന്നെ 1100-ൻ്റെ കോൾ 8 രൂപ 85 പൈസയ്ക്ക് വിൽക്കുകയും 1000-ൻ്റെ പുട്ട് 8 രൂപ 55 പൈസയ്ക്ക് വാങ്ങുകയും ചെയ്തിരുന്നു. ഈ 1000-ൻ്റെ പുട്ട് വാങ്ങിക്കാൻ കാരണം മാർക്കറ്റ്, അതായത് ആക്സിസ് ബാങ്ക് എന്തെങ്കിലും കാരണവശാൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ പുട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ട്രേഡ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നത് ആക്സിസ് ബാങ്ക് ഏകദേശം 1070, 1080 വരെ പോകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ ട്രേഡ് എടുത്തിരുന്നത്. ഈ ട്രേഡ് എടുക്കാൻ വേണ്ടി വന്ന മാർജിൻ 65,000 രൂപ ആയിരുന്നു. മൂന്നാം ദിവസം, അതായത് ഏപ്രിൽ 4-ന് ആക്സിസ് ബാങ്ക് ക്യാഷ് മാർക്കറ്റ് പ്രൈസ് 1063 ആയപ്പോൾ ഈ സ്ട്രാറ്റജി ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു. ഡീറ്റെയിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. 1000-ൻ്റെ കോളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ബാക്കി രണ്ടിലും ലോസ് ബുക്ക് ചെയ്തു. ടോട്ടൽ കിട്ടിയ പ്രോഫിറ്റ് 5187 രൂപയാണ്. 65,000 രൂപയുടെ മാർജിനിൽ 3 ദിവസം കൊണ്ട് നേടിയത് 5,000 രൂപ ബ്രോക്കറേജ് കഴിഞ്ഞ ശേഷം. അപ്പോൾ ഏകദേശം ഇത് 7.5% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 65,000 രൂപയിൽ നമുക്ക് നേടിത്തന്നത്. വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം സ്ട്രാറ്റജി പഠിക്കാൻ പറ്റില്ല. പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുക, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ FNO സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാൻ സാധ്യമാവൂ. ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, പഠിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ദയവ് ചെയ്ത് അനുകരിക്കരുത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജി ഇൻഫോസിസിലാണ്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ 5 ആഴ്ചകളിൽ ചെയ്ത സ്ട്രാറ്റജിയുടെ റിസൾട്ട് ഒന്ന് അവലോകനം ചെയ്ത് നോക്കാം. 5-ൽ 4 എണ്ണത്തിൽ പ്രോഫിറ്റ് ആയിരുന്നു. മാർച്ച് 5-ന് ചെയ്ത നെസ്ലയിൽ നമുക്ക് ലഭിച്ച പ്രോഫിറ്റ് 7,140 രൂപ. മാർച്ച് 12-ന് ബാങ്ക് നിഫ്റ്റിയിൽ വന്ന ലോസ് 4,750 രൂപ. മാർച്ച് 19-ന് ഏഷ്യൻ പെയിൻസിൽ കിട്ടിയ പ്രോഫിറ്റ് 4,400 രൂപ. മാർച്ച് 26-ന് HDFC ബാങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് 5,363 രൂപ. ഏപ്രിൽ 2-ന് ആക്സിസ് ബാങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് 5,187 രൂപ. എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിൽ പലരും കോളും പുട്ടും വാങ്ങിച്ചിട്ട് പ്രീമിയം DKയിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കോള് വാങ്ങിച്ചിട്ടും പുട്ട് വാങ്ങിച്ചിട്ടും നഷ്ടം വരുത്തുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സ്ട്രാറ്റജി പഠിക്കാവുന്നതാണ്. സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വളരെ ഫലപ്രദമായി, ഈസി എന്ന് പറയാൻ പറ്റില്ല, ഫലപ്രദമായി നമുക്ക് ലാഭമുണ്ടാക്കാൻ കഴിയും. എൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇൻഫോസിസിലുള്ള സ്ട്രാറ്റജി ഇതാണ്. ഇൻഫി ക്യാഷ് മാർക്കറ്റ് പ്രൈസ് 1,496 രൂപ ആകുമ്പോഴാണ് ഈ സ്ട്രാറ്റജി എടുത്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ റിസൾട്ട് വരുന്നത് ഏപ്രിൽ 18-നാണ്, ക്വാർട്ടറിൽ റിസൾട്ട് വരുന്നത്. സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് ഏകദേശം സപ്പോർട്ട് സോണിലാണ് നിലനിൽക്കുന്നത്. ഈ സ്റ്റോക്ക് 1,550, 1,580 വരെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ പോകുമെന്ന പ്രതീക്ഷയിലാണ് ഈ സ്ട്രാറ്റജി എടുത്തിരിക്കുന്നത്. പക്ഷേ ഉറപ്പില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ഫ്യൂച്ചർ വാങ്ങിക്കുകയോ കോൾ വാങ്ങിക്കുകയോ ചെയ്യാവുന്നതാണ്. അത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഫോസിസിൽ എടുത്ത സ്ട്രാറ്റജിയും ആക്സിസ് ബാങ്കിൽ എടുത്ത സ്ട്രാറ്റജിക്ക് സമാനമായ സ്ട്രാറ്റജിയാണ്. ഇൻഫോസിസ് 1,496 എന്ന നിലയിൽ ട്രേഡ് ചെയ്യുമ്പോൾ എടുത്ത സ്ട്രാറ്റജി ഇതാണ്. 1,400 ഏപ്രിൽ സീരീസ് കോള് 112 രൂപ 70 പൈസയ്ക്ക് വാങ്ങിച്ചു. അതേസമയം തന്നെ 1,540 ഏപ്രിൽ സീരീസ് കോള് 27 രൂപ 40 പൈസയ്ക്ക് വിറ്റിട്ടുമുണ്ട്. അതേസമയം പ്രൊട്ടക്ഷന് വേണ്ടി 1,400-ൻ്റെ പുട്ട് 10 രൂപ 70 പൈസയ്ക്ക് വാങ്ങിയിട്ടുമുണ്ട്. ഈ സ്ട്രാറ്റജിക്ക് വേണ്ടി വന്ന മാർജിൻ ഏകദേശം 70,000 രൂപയാണ്. ഇതൊരു റിലേറ്റീവ്ലി ഹൈ റിസ്ക് ട്രേഡ് ആണ്. കാരണം ഡീപ്പ് ഇൻ ദ മണി കോൾ ഏകദേശം ഒരു ഫ്യൂച്ചർ വാങ്ങിക്കുന്നതിന് സമാനമാണ്. കാരണം നമ്മൾ കൊടുക്കുന്നത് ഒരു വലിയ പ്രീമിയമാണ് അതിന് കൊടുക്കുന്നത്. പക്ഷേ റിസ്ക് ലിമിറ്റഡ് ആണ്. ഈ സ്ട്രാറ്റജിയിൽ വരാവുന്ന മാക്സിമം ലോസ് 38,400 രൂപയാണ്. സ്റ്റോക്ക് മുകളിൽ പോവുകയാണെങ്കിൽ കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് 17,600 രൂപയും
സ്റ്റോക്ക് താഴെ വരികയാണെങ്കിൽ കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡും ആണ്. ഏകദേശം 5000 രൂപയോളം പ്രോഫിറ്റ് കിട്ടിയാൽ ഈ സ്ട്രാറ്റജി ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യും. ഇൻഫോസിസ് ക്യാഷ് മാർക്കറ്റിൽ 1450 താഴെ വന്നാലും ഈ ട്രേഡ് ഞാൻ ചിലപ്പോൾ ക്ലോസ് ചെയ്തേക്കാം. എന്തായാലും നിങ്ങൾ ഈ സ്ട്രാറ്റജി പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തേക്ക് ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്